ഹോസ്പിറ്റലിൽ നിന്നും നടന്നു വരുമ്പോഴത്തേക്കും സൂയിന് സോങ്ങിനെ വീട്ടിൽ കൊണ്ടാക്കിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സോങ് ആകട്ടെ ഹാനിന്റെ കൂടെ പോകുകയാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ലുവും ഒരു സിഗ്നലൊക്കെ ഹാനിന് കാണിച്ചു കൊടുക്കുകയാണ്. സൂയിനെയും സോങ്ങിനെയും ഒന്നിച്ചു വിടുവാനായിട്ടായിരുന്നു ലുവിന്റെ പ്ലാൻ എന്ന കാര്യമൊക്കെ ഹാനിന് അപ്പോൾ തന്നെ മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ഹാനിന് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകുവാനായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ലുവും ഹാനിന്റെ ഒപ്പമൊക്കെ പോകുന്നു. ഹാനും അവളോട് വീട് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളും വീടൊന്നും പറയാതെ അവളെ സ്റ്റേഷനിൽ ഇറക്കി വിട്ടാൽ മതിയെന്നാണ് അവന്റെ അടുത്ത് പറയുന്നത്. ഈ ഒരു സമയത്ത് ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടീനെ എങ്ങനെയാണ് ഞാൻ റോഡിലേക്കൊക്കെ ഇറക്കി വിടുക എന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും, നീ എന്നെ വീട്ടിലേക്ക് ഇറക്കി വിടുകയാണെങ്കിലാണ് കൂടുതൽ പ്രശ്നമാക്കുക, റോഡിലേക്ക് ഇറക്കി വിടുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാക്കുകയില്ല എന്നൊക്കെ ഹാനും അറിയിക്കുന്നു. പറയുവാനായിട്ട് ഒരു ടോപ്പിക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഷോപ്പിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കാമോ, എനിക്കും എന്റെ ഒരു ഫ്രണ്ടിന് മേടിച്ചു കൊടുക്കുവാനായിട്ട് താല്പര്യമുണ്ടെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇരിക്കെ അവിടെയുള്ള പല സ്റ്റൈൽസിനെ കുറിച്ചൊക്കെ അവൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് മതിയെന്നൊക്കെ അവനും പറയുന്നു. ഹാനും അങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുകയാണ്. പെട്ടെന്ന് വണ്ടി ബ്രേക്കൊക്കെ ഇടുമ്പോഴത്തേക്കും അവളുടെ കയ്യിൽ നിന്നും ഫോണൊക്കെ താഴേക്ക് പോകുന്നുണ്ട്. എങ്കിൽ പോലും പിന്നീട് ഫോണൊക്കെ എടുത്തിട്ട് അവന് ആ ഒരു ലിങ്കും ഷെയർ ചെയ്യുന്നു. അവൾ സീറ്റ് ബെൽറ്റ് ഒന്നും ഇട്ടിട്ടില്ല എന്ന കാര്യം ലു അപ്പോഴായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അവനാകട്ടെ അവളുടെ അടുത്തേക്കൊക്കെ ഇരുന്നതിന് ശേഷം അവൾക്ക് സീറ്റ് ബെൽറ്റും ഇട്ടുകൊടുക്കുന്നു. നിന്നെ കൊണ്ട് വിട്ടതിന് ശേഷം എനിക്ക് വളരെ പ്രശ്നക്കാരായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പിക്ക് ചെയ്യുവാനായിട്ടുണ്ടെന്നൊക്കെ ലു പറയുമ്പോഴത്തേക്കും ലു അല്ലെങ്കിൽ തന്നെ ഒരു പ്ലേ ബോയ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ലൂവിനെ തെറ്റിദ്ധരിക്കുകയാണ് ഹാനും. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. സൂവും ഞാനും അവളും ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പെങ്ങളെ പോലെ മാത്രമാണ് അവൾ എന്നൊക്കെ ലു പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഒരു രീതിയിലും നിന്നെ തെറ്റിദ്ധരിച്ചിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹാനും ഇരിക്കുന്നു. അവളോട് കൂടുതലായിട്ട് ഒന്നും തന്നെ ലു സംസാരിക്കാതെ ഇരിക്കുവാനായിട്ട് അവളും കണ്ണൊക്കെ അടച്ചിരിക്കുകയാണ്. സോങ്ങിന്റെ വീടിന് മുമ്പിൽ എത്തി കഴിയുമ്പോഴത്തേക്കും സോങ്ങും വണ്ടിയിലിരുന്നൊക്കെ ഉറങ്ങുകയായിരുന്നു. അവളെ ശല്യപ്പെടുത്താതെ അവനും അവളെ നോക്കി ഇരിക്കുമ്പോഴത്തേക്കും അവളും കണ്ണു തുറക്കുന്നു. അവളുടെ ഒപ്പം കൂടുതൽ നേരമൊക്കെ സ്പെൻഡ് ചെയ്യുവാനായിട്ടായിരുന്നു അവനും അവളെ വിളിച്ചെണീപ്പിക്കാതിരുന്നതെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇരിക്കെ സോങ് സൂനെ തൊട്ടു നോക്കി കഴിയുമ്പോഴത്തേക്കും അവന് നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നീ പോകരുത്, നിനക്ക് മരുന്നൊക്കെ ഞാൻ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അവളും അകത്തേക്കൊക്കെ ചെല്ലുന്നു. ആണുങ്ങൾക്ക് ഇടുന്ന രീതിയിലുള്ള ചെരുപ്പ് ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം സോങ് ആക്കട്ടെ ലൂന് ഇടുവാനായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഗേൾസ് ഇടുന്ന മോഡലുള്ള ഒരു ചെരുപ്പൊക്കെ നൽകുകയാണ്. സോവും ടെമ്പറേച്ചർ ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഉറങ്ങിപ്പോക്കുകയാണ്. അവിടെ എത്തുന്ന സോങ്ങും അവൻ ഉറങ്ങുന്നതൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ടെമ്പറേച്ചർ ഒക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും നോർമൽ ടെമ്പറേച്ചർ മാത്രമേ അവന് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കണ്ടുമുട്ടിയ സമയം തൊട്ട് നമ്മുടെ ഇടയിലും അത്ര നല്ല കാര്യങ്ങളൊന്നും ആയിരുന്നില്ല നടന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സോങ് പറഞ്ഞതിന് ശേഷം അവനും ഒരുപാട് ഹാൻസം ആണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കെ കള്ളയുറക്കമൊക്കെ ആയിരുന്നു സു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവനും അവളുടെ മടിയിലൊക്കെ കിടന്ന് ഉറങ്ങുവാനായിട്ട് നോക്കുന്നു. പക്ഷെ അവൾ എണീറ്റ് പോകുവാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചു നേരം സംസാരിച്ചാലോ എന്നാണ് അവൻ ചോദിക്കുന്നത്. ആ ഒരു സമയത്ത് അവൾ അവന് മരുന്നും കൊടുക്കുന്നു. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവനൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കെ അവർ ഒന്നിച്ചൊക്കെ കുറെ നാൾ ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് ആ ഒരു പെൺകുട്ടി അവന്റെ അടുത്ത് നിന്നും അകന്നതായിട്ടൊക്കെ അവന് തോന്നുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലാകുന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ഇപ്പോൾ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാക്കുക എന്നൊക്കെയാണ് സു ചോദിക്കുന്നത്. അവന് തോന്നിയ ആ ഒരു അടുപ്പമൊക്കെ ആ പെൺകുട്ടിക്കും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നിനക്കും അതൊക്കെ ഉണ്ടാക്കുവാനായിട്ട് ഞാൻ നിന്ന് തരാമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവൾ അവനെ നോക്കുമ്പോഴത്തേക്കും അവനും ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവനെ സോഫയിലൊക്കെ കിടത്തിയതിന് ശേഷം അവളും ഡോറ് പൂർണ്ണമായിട്ടും അടയ്ക്കാതെയൊക്കെ പോകുന്നു. അങ്ങനെയാണ് ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി അടുത്ത എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും ടാങ്ങിനെ കാണുവാനായിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടൊക്കെ എത്തിയിരിക്കുകയാണ്. അതായത് ടാങ്ങിന്റെ പേരിൽ കുറെ അധികം കത്തുകളൊക്കെ വന്നു കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു കത്തുകളെല്ലാം തന്നെ ടാങ്ങിനെ ഏൽപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അതിന്റെ അകത്താകട്ടെ ടാങ്ങും സോങ്ങും ഒന്നിച്ചുണ്ടായിരുന്ന ഫോട്ടോസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കാണുന്ന ഫ്രണ്ടും ഫോട്ടോയിലുള്ള പെൺകുട്ടി ആരാണെന്നൊക്കെ ചോദിക്കുകയാണ്. അതിന്റെ പഴയ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. എപ്പോഴും ഓർക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന നല്ലൊരു ഓർമ്മയായിരുന്നു അവൾ എന്നൊക്കെ ടാങ്ങും പറയുകയാണ്. അങ്ങനെ ഇരിക്കെ അവർക്ക് ഒരു പ്രോമിസ് ഒന്നും പാലിക്കുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ടായിരുന്നു ബ്രേക്കപ്പ് ആയതെന്നൊക്കെ ടാങ് പറയുമ്പോഴത്തേക്കും, ഇപ്പോഴും അവൾ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല എങ്കിൽ നിനക്ക് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ, നീ ഇപ്പോഴും ഹാൻസം ആണ്, യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആണ്, അങ്ങനെയുള്ള നീ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ വീഴുക തന്നെ ചെയ്യും, നീ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കുവാനായിട്ടൊക്കെ ആ ഫ്രണ്ടും പറയുന്നു. രാവിലെ കണ്ണു തുറന്ന് നോക്കുന്ന സുവാകട്ടെ സോങ് ഓടി ഓടി അടുക്കളയിൽ ഓരോരോ പണികളൊക്കെ ചെയ്യുന്നതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്.
സോങ്ങിനും ശരിക്കും കുക്ക് ചെയ്യുവാനൊന്നും അറിയിക്കില്ലല്ലോ. എങ്കിൽ പോലും അവൾ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും സോവും അവളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഉണ്ടാക്കിയ ഫുഡൊക്കെ കാണുവാൻ തന്നെ നല്ല ഭംഗിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോങ് ഇരിക്കുമ്പോഴത്തേക്കും നിനക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ ദിവസവും നിനക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരുവാനായിട്ട് എനിക്ക് സമ്മതമാണെന്നൊക്കെ ആയിരുന്നു സു പറയുന്നത്. പക്ഷേ സൂവിന്റെ ഒപ്പം ഒന്നിച്ച് താമസിക്കുവാനായിട്ടൊന്നും സോങ് തയ്യാറായിരുന്നില്ല. ഫുഡെല്ലാം കഴിച്ച സ്ഥിതിക്ക് ഇനി നിനക്ക് വീട്ടിലൊക്കെ പൊയ്ക്കൂടെ എന്നൊക്കെ അവള് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവനും പോകുവാനൊക്കെ മടി ആയതുകൊണ്ട് തന്നെ തലവേദനയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. തലവേദന എന്നത് കള്ളമായിരുന്നു എന്ന കാര്യം അവൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവനെ റൂമിൽ നിന്നും വെളിയിലാക്കുകയാണ് അവളും. പിന്നീട് വീണ്ടും ഡോറൊക്കെ തുറന്നതിന് ശേഷം അവളാകട്ടെ അവന്റെ ചെരുപ്പും ഡ്രസ്സൊക്കെ എറിഞ്ഞു കൊടുക്കുന്നു. സൂവും ഇനി സോങ്ങിന്റെ കൂടെ താമസിക്കുമെന്നൊക്കെ ആയിരുന്നു ലൂ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സൂവും ഇപ്പോൾ തിരിച്ചു വരികയാണെന്നൊക്കെ ലൂവിനോടും പറയുന്നു. സൂവും ടീമും ഇപ്പോൾ മറ്റൊരു പദ്ധതിയൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് ഇവരുടെ ഗവൺമെന്റ് സ്ഥാപനം അല്ലാത്തത് കൊണ്ട് തന്നെ പല ആളുകൾക്കും ഇങ്ങനെ ഒരു ടീം ഉണ്ടെന്നുള്ള കാര്യം പോലും അറിയുകയില്ല. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ആളുകളിലേക്കൊക്കെ എത്തിക്കുവാനായിട്ടായിരുന്നു അവരുടെ ശ്രമവും. ഈ ഒരു പ്രസ്ഥാനത്തെ കൂടുതലായിട്ടൊക്കെ ഉയർത്തേണ്ടതായിട്ടുണ്ടെന്നും കൂടുതൽ സ്ട്രോങ് ആക്കി മാറ്റേണ്ടതായിട്ടുണ്ടെന്നും സുവും പറയുന്നു. അങ്ങനെ ഇരിക്കെയാണ് സുവിനെ കാണുവാനായിട്ട് ഗയോ എത്തുന്നത്. ഗയോയ്ക്കാകട്ടെ തണലാണെങ്കിൽ പോലും കുടയൊക്കെ നിവർത്തിക്കൊണ്ട് മാത്രമേ നടക്കുവാൻ പോലും സാധിക്കുമായിരുന്നുള്ളൂ. അതായത് എല്ലായിടത്തും യുവിയുടെ റേസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ യു വി റേസ് ഒരിക്കലും ദേഹത്ത് കൊള്ളുവാനായിട്ട് പാടില്ല എന്നൊക്കെ അവളും അസിസ്റ്റന്റിനോട് പ്രത്യേകമായിട്ടൊക്കെ പറയുന്നു. അങ്ങനെ അവളും നേരെ കയറി ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ചോദിക്കുകയാണ്. എനിക്ക് സൂവിനെ കാണണമെന്നൊക്കെ അവൾ നിർബന്ധം പിടിക്കുമ്പോഴത്തേക്കും സൂവിനെ കാണുവാനായിട്ട് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ എന്ന് അവരും ചോദിക്കുന്നു. പക്ഷെ അവളാകട്ടെ എനിക്ക് സൂവിനെ കാണുവാൻ ഒരു അപ്പോയിന്റ്മെന്റിന്റെയും ആവശ്യമില്ല. കയോ വന്നിട്ടുണ്ടെന്നങ്ങ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും സീറ്റിലൊക്കെ പോയി ഇരിക്കുകയാണ്. അത് ആരാണെന്നുള്ള കാര്യം അവിടെയുള്ള ഫയർ ഫൈറ്റേഴ്സിന് അറിയിക്കുകയില്ലെങ്കിൽ പോലും സൂവിന്റെ സൗന്ദര്യത്തിലൊക്കെ വീണു പോയിട്ടുണ്ടായിരുന്ന ഏതോ ഒരു പെൺകുട്ടിയാണ് അതേന്ന് അവനും പരസ്പരം പറയുന്നു. അവളെ കാണുവാൻ നല്ല സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലിം നിൽക്കുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ ഡിഗും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഡിങ്ങിനെ ആശ്വസിപ്പിക്കുവാനായിട്ട് അവനും പോകുന്നു. ഗയോ എന്നൊരു പെൺകുട്ടിയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സൂവിനൊരു കോളൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഗയോ എന്ന പേരുള്ള ഏതെങ്കിലും വോളണ്ടിയറിനോട് നീ വരുവാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ സൂവും ലൂവിന്റെ അടുത്ത് ചോദിക്കുന്നു. പക്ഷെ അപ്പോഴാണ് ശരിക്കും അവനെ കാണുവാനായിട്ട് എത്തിയിട്ടുള്ള ആൾ ആരാണെന്നുള്ള കാര്യമൊക്കെ അവൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അവളുടെ മുന്നിലൊന്നും പെടാതെ രക്ഷപ്പെടുവാനായിട്ടൊക്കെ ലൂ നോക്കുമ്പോഴത്തേക്കും എന്തായാലും ഞാൻ പെട്ടു, എന്റെ കൂടെ നീയും കൂടെ അങ്ങ് പെട്ടോളാൻ പറഞ്ഞുകൊണ്ട് സൂവും ലൂവിന്റെ കയ്യിലൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. അവളോട് റിസപ്ഷൻ റൂമിലൊക്കെ വെയിറ്റ് ചെയ്യുവാനായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ സൂവിനെ അന്വേഷിച്ചുകൊണ്ട് സൂവിന്റെ റൂം വരെ അവൾ എത്തിയിരിക്കുകയാണ്. എന്നെ കണ്ട് നിങ്ങൾ സർപ്രൈസ് ആയോ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും അവരും സർപ്രൈസ് ആയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ ഹാപ്പി ആക്കുവാനായിട്ടും ശ്രമിക്കുകയാണ്. ഗയോയും സൂവിന് വേണ്ടി ഗിഫ്റ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. ഒരു ഡോളൊക്കെ എടുത്തതിന് ശേഷം ഈ ഒരു ഡോളിനെ കണ്ടാൽ എന്നെ പോലെ ഇല്ലേ, നീ വർക്ക് ചെയ്യുന്ന ടേബിളിൽ ഇത് വെക്കണം, അതാക്കുമ്പോഴത്തേക്കും ഇതിനെ കാണുമ്പോഴൊക്കെ തന്നെ നിനക്ക് എന്നെ ഓർക്കുവാനും സാധിക്കുമെന്നൊക്കെയാണ് ഗയോ പറയുന്നത്. സൂവിന്റെ ഇനീഷ്യൽസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ടൈയും അവന് പുതിയൊരു വാച്ചും അവൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ സൂ ഇവിടെയല്ലായിരുന്നോ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്നൊക്കെ ഹാനും സോങ്ങിന്റെ അടുത്ത് ചോദിക്കുകയാണ്. എനിക്ക് അവനെ ഡേറ്റ് ചെയ്യുവാനായിട്ട് സമ്മതമാണെന്ന് പറഞ്ഞ് ഞാനൊരു ഹിന്റ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനാകട്ടെ ഒരു രീതിയിലും റെസ്പോണ്ട് ചെയ്തില്ല. അവൻ ഉറങ്ങുകയായിരുന്നോ ചെയ്തിട്ടുണ്ടായിരുന്നെന്നൊക്കെ സോങ്ങും അറിയിക്കുന്നു. അവൻ അറിയാതെ ഉറങ്ങിപ്പോയതായിരിക്കുമോ അതോ മനഃപൂർവ്വം അവൻ കള്ളയുറക്കമൊക്കെ കാണിച്ചതായിരിക്കുമോ എന്നൊക്കെ ഹാൻ സംശയിക്കുമ്പോഴത്തേക്കും ആ ഒരു കാര്യത്തിലും സോങ്ങിനൊരു വ്യക്തതയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ സോങ്ങിന്റെ ഒരു കമ്മലൊക്കെ സോഫയിൽ കിടന്ന് അവൾക്ക് കിട്ടുകയാണ്. അവൾക്ക് OCD ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അവൾക്കിപ്പോൾ അടുത്ത കമ്മലും കൂടി തപ്പി കണ്ടുപിടിക്കാതെ ഒരു സമാധാനവും ഇല്ല. അങ്ങനെ ഹാനും സോങ്ങും ഒന്നിച്ച് അവളുടെ അടുത്ത കമ്മലൊക്കെ തപ്പുന്നു. ഗയോയും സൂവിന്റെ അടുത്തായിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും സൂവിന് ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണ്. അങ്ങനെ ഇരിക്കെ അവൾ ഹീൽസ് ഒക്കെ ഇട്ടത് കൊണ്ട് തന്നെ അധികം നേരം നിൽക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ലൂവും അവളെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ അവളെ അവിടെ ഉണ്ടായിരുന്ന ഒരു കസേരയിലൊക്കെ പിടിച്ചിരുത്തുകയാണ്. വീണ്ടും അവൾ എണീക്കുവാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും അവളുടെ കാലിന് പിന്നീട് പ്രശ്നമാകുമെന്നൊക്കെ പറഞ്ഞ് സൂവും അവളെ പിടിച്ചിരുത്തുന്നു. എന്തായാലും അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കേൾക്കാമെന്നൊക്കെ അവൾ സമ്മതിക്കുകയാണ്. മാത്രമല്ല മേശയിൽ ഉണ്ടായിരുന്ന ഒരു പേപ്പറിൽ നിന്നും സോങ്ങിന്റെ പേരൊക്കെ അവൾ കാണുന്നുമുണ്ട്. സൂവിന്റെ ഒപ്പം ഇരുന്ന് ഡിന്നറൊക്കെ കഴിക്കുവാനായിട്ട് അവൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ സൂവിന് വളരെയധികം തിരക്കായതുകൊണ്ട് തന്നെ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന ഫുഡൊക്കെ കഴിക്കാമെന്ന് അവനും പറയുന്നു. അവളാകട്ടെ നമ്മൾ രണ്ടുപേരും മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ലോവും ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് നിനക്ക് കാണിച്ചു തരുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോകുകയാണ്. ട്രെയിനിങ് നടക്കുന്ന ഏരിയയിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ലൂവും അവൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നോക്കുന്നു. പക്ഷെ അവളുടെ ശ്രദ്ധ അതിലൊന്നും തന്നെ ആയിരുന്നില്ല.
സോങ്ങിന്റെ പേരൊക്കെ കണ്ടതിലായിരുന്നു. അതുകൊണ്ട് തന്നെ സോങ് ആരാണെന്നൊക്കെ അവളും ചോദിക്കുന്നു. സോങ് ഇവിടെ വല്ലപ്പോഴും മാത്രം വരുന്ന ഒരു ബിസിനസ്സുകാരിയാണെന്നൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അവൾ കാണുവാൻ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയാണ് ഗായവും. അവൾ നിന്നേക്കാളും ഒരുപാട് സുന്ദരിയാണ്. പിന്നെ ഞാനും സുന്ദരികളെ മാത്രമല്ല നോക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവളെ ഞാൻ ശ്രദ്ധിച്ചിട്ട് കൂടി ഇല്ല എന്നൊക്കെ ലു പറയുമ്പോഴത്തേക്കും ഗായോയും അതെല്ലാം തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.